ഇന്നൊരു കഥയായാലോ? ഒരു സിനിമാ കഥ. ഓരോ ആഴ്ചയും പല ഭാഷകളിലായി ഒത്തിരിയധികം സിനിമകൾ കാണാറുണ്ട്. എത്ര നല്ല നല്ല കഥകൾ! ത്രില്ലറുകളും റൊമാൻസും ഹൊററും ഡ്രാമയും ഒക്കെയായി മനസ്സ് നിറയ്ക്കുന്ന ഒത്തിരിയധികം മനോഹര കലാസൃഷ്ടികൾ. കഥ പറഞ്ഞു നോക്കാനുള്ള ഈ ഒരു ശ്രമവും കഥകളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സിനിമ 2015 പുറത്തിറങ്ങിയ ഒരു ഹൊറർ ത്രില്ലർ മൂവിയായ ദ വിസിറ്റ് ആണ്. സഹോദരങ്ങളായ ബെക്കയും ടെയ്ലറും തങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ കാണാനുള്ള യാത്രയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ്. അവരുടെ അമ്മ ലൊറേറ്റ ബോയ് ഫ്രണ്ടിനോടൊപ്പം ഒരു ഹോളിഡേയ്ക്ക് പോകുന്നതിനാൽ ഇവിടെ കുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അതുകൊണ്ടുകൂടിയാണ് കുട്ടികൾ മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും ഒപ്പം ഒരാഴ്ച ചിലവിടാൻ പ്ലാൻ ചെയ്യുന്നത്. ലൊറേറ്റ കഴിഞ്ഞ 15 വർഷമായി അവളുടെ മാതാപിതാക്കളുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. പാരൻസിനെ ധിക്കരിച്ച് ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിതം ആരംഭിച്ച് ഒടുവിൽ ആ ബന്ധം ഡിവോഴ്സിലും എത്തി 2 ചെറിയ കുഞ്ഞുങ്ങളുമായി വർഷങ്ങളായി ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് ലൊറേറ്റ. അതിനാൽ തന്നെ ബെക്കയും ടെയ്ലറും അവരുടെ ഗ്രാൻഡ് പാരൻസിനെ ആദ്യമായി കാണുന്ന സന്തോഷത്തിലുമാണ്. അതിനാൽ ഈ മനോഹരമായ ഒഴിവുദിനങ്ങൾ ഒരു ഡോക്യുമെൻ്ററിയായി ചിത്രീകരിക്കാനായി അവർ പ്ലാൻ ചെയ്യുന്നു. അതിനായി ഒരു ക്യാമറയും അവർ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. മാതാപിതാക്കളെ അഭിമുഖീകരിക്കാൻ മടിയുണ്ടാതിരുന്ന ലൊറേറ്റ കുട്ടികളെ ഒറ്റയ്ക്ക് ട്രെയിൻ കയറ്റിവിടുന്നു. റെയിൽവേ സ്റ്റേഷനിൽ അവരെ കാത്തു നിൽക്കുകയായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും. മുത്തശ്ശനെ അവർ പോപ്പോപ്പ് എന്നും മുത്തശ്ശിയെ നാന എന്നുമാണ് വിളിച്ചിരുന്നത്. തങ്ങളുടെ കൊച്ചുമക്കളെ തിരികെ ലഭിച്ചതിനുള്ള അതീവ സന്തോഷത്തിലായിരുന്നു ആ വൃദ്ധ ദമ്പതിമാർ. ശരിക്കും ആളൊഴിഞ്ഞൊരു ഗ്രാമത്തിലായിരുന്നു അവരുടെ ഫാം ഹൗസ്. വീടിനുള്ളിലും പുറത്തും കുട്ടികൾക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഒപ്പം 2 നിബന്ധനകളും. ബേസ്മെന്റിലേക്ക് ഒരു കാരണവശാലും പോകരുത്. രാത്രി 9 മണിക്ക് ശേഷം മുറിക്ക് പുറത്തു ഇറങ്ങരുത്. കുട്ടികൾ ഇത് രണ്ടും അക്ഷരം പ്രതി അനുസരിച്ചു. ആദ്യമൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും വളരെയധികം സന്തോഷത്തോടെ തന്നെ കാണപ്പെട്ടു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് കുട്ടികൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. രാത്രികാലങ്ങളിൽ നീളെ ഛർദ്ദിച്ചുകൊണ്ട് ഓടുന്ന മുത്തശ്ശി, പലപ്പോഴും പല രാത്രികളിലും വിവസ്ത്രയായ വീടാകെ ഓടി നടക്കുകയും ചെയ്യുന്ന കണ്ട കുട്ടികൾ പരിഭ്രാന്തരായി. അനാവശ്യമായ ഭീതി പല സന്ദർഭങ്ങളിലും മുത്തശ്ശി കുട്ടികളിൽ ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ തന്നെ മുത്തശ്ശനും. വീടിനോട് ചേർന്ന ഒരു ഷെഡിൽ എന്താണെന്ന് അറിയുവാൻ കൗതുകത്തോടെ കയറി ചെന്ന ടെയ്ലർ കണ്ടത് ഒരു ലോഡ് ദുർഗന്ധം വമിക്കുന്ന ഡയപ്പറുകളായിരുന്നു. മറ്റു മനുഷ്യരെ അടിസ്ഥാനമില്ലാത്ത സംശയത്തിന്റെ പേരിൽ ഉപദ്രവിക്കാൻ മടിയില്ലാത്ത ആളുകൂടിയായിരുന്നു മുത്തശ്ശൻ. പക്ഷേ ഇരുവരും പലപ്പോഴും തമ്മിൽ വഴക്കുണ്ടാക്കുകയും അതുപോലെ തന്നെ പരസ്പരം ന്യായീകരിച്ച് ഉത്തമ ദമ്പതികളായി കുട്ടികളുടെ മുന്നിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. മുത്തശ്ശൻ പറഞ്ഞിരുന്നത് മുത്തശ്ശിക്ക് സൺഡൗണിങ് എന്ന അസുഖമാണെന്നാണ്. മുത്തശ്ശനോ പ്രായത്തിന്റെ പരിമിതികൾ കൊണ്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ആണെന്നായിരുന്നു മുത്തശ്ശിയുടെ വാദം. മുത്തശ്ശനിലും മുത്തശ്ശിയിലും ഈ ഭ്രാന്തമായ വ്യതിയാനങ്ങൾ സംഭവിച്ചിരുന്നത് രാത്രികാലങ്ങളായതിനാൽ രാത്രിയിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നതറിയാൻ വേണ്ടി കുട്ടികൾ തെളിവ് ശേഖരണത്തിനായി ഹാളിൽ ഒരു ക്യാമറ ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ അതിലവർ പിറ്റേന്ന് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. കുട്ടികളുടെ മുറിക്ക് മുന്നിൽ കത്തിയുമായി നിൽക്കുന്ന മുത്തശ്ശിയെ അവരതിൽ കണ്ടു. പിന്നീട് കുട്ടികൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. വൃദ്ധ ദമ്പതികളെ സ്ഥിരമായി കൗൺസിൽ ചെയ്തിരുന്ന സ്റ്റേസി എന്ന സ്ത്രീ ആ വീട്ടിലേക്ക് വരികയും അവരുമായി വഴക്കിടുകയും ഈ വൃദ്ധ ദമ്പതിമാരോടൊപ്പം തൊഴുത്തിനു പിറകിലേക്ക് പോവുകയും ചെയ്യുന്നത് കുട്ടികൾ കണ്ടു. പക്ഷേ അവർ ഒരിക്കലും ആ വീട് വിട്ടോ ആ പരിസരം വിട്ടോ പുറത്തേക്ക് പോകുന്നത് ആ കുട്ടികൾ കണ്ടില്ല. കുട്ടികൾക്കാകെ പരിഭ്രമമായി. അവർ അവരുടെ അമ്മയെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്നും കൊണ്ടുപോകണമെന്ന് അപേക്ഷിച്ചു. ആദ്യമൊക്കെ അതൊന്നും വിശ്വസിക്കാൻ സമ്മതിക്കാത്ത അമ്മ കുട്ടികൾ ക്യാമറയിൽ പതിഞ്ഞ തെളിവുകൾ കാണിച്ചപ്പോൾ പരിഭ്രാന്തിയിലായി. മക്കളിൽ നിന്നും വളരെ ദൂരത്തിലായിരുന്ന അമ്മ അവിടെ എത്താൻ ഏതാനും മണിക്കൂറുകൾ എടുക്കുമായിരുന്നു. അതിനാൽ അമ്മ വരുന്നതുവരെ നല്ല കുട്ടികളായി മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുന്നിൽ അഭിനയിക്കാൻ ബെക്കയും ടെയ്ലറും തീരുമാനിച്ചു. തക്കം കിട്ടിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച കുട്ടികൾ കണ്ടത് മുൻവാതിലിന് മുൻപിൽ തന്നെ കെട്ടിത്തൂക്കിയ സ്റ്റേസിയുടെ ബോഡിയായിരുന്നു. അതോടുകൂടി തങ്ങൾ സമ്പൂർണമായ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ കുട്ടികൾ മുത്തശ്ശിയോടും മുത്തശ്ശനോടും സഹകരിക്കുവാനായി തന്നെ തീരുമാനിച്ചു.
മരിക്കുന്നതിന് മുമ്പ് സത്യം എന്താണെന്നറിയണമെന്ന് ബെക്ക തീരുമാനിച്ചു. അതിനായി ഒരവസരം കിട്ടിയപ്പോൾ അനുജനെ വൃദ്ധദമ്പതിമാരുടെ അടുത്തേക്ക് ഒറ്റയ്ക്കാക്കി സംശയമൊന്നും കൂടാതെ ബേസ്മെന്റിലേക്ക് കടക്കാനായി അവൾ തീരുമാനിച്ചു. അവിടെ ബെക്ക കണ്ടത് അവരുടെ യഥാർത്ഥ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ജീർണിച്ച മൃതശരീരങ്ങളായിരുന്നു. അതിനടുത്തായി ആ പ്രദേശത്തെ ഭ്രാന്താശുപത്രിയിലെ പേഷ്യൻസിന്റെ 2 യൂണിഫോമുകളും. ശരിക്കും ആ കുട്ടികൾ അവരുടെ ഗ്രാൻഡ് പാരൻസ് ആണെന്ന് കരുതി ഒരാഴ്ചയോളം താമസിച്ചിരുന്നത് 2 ഭ്രാന്തന്മാരുടെ കൂടെയായിരുന്നു. കുട്ടികൾ പോപ്പോപ്പ് എന്നും നാന എന്നും വിളിച്ചിരുന്ന ആ സ്ത്രീയും പുരുഷനും ഭ്രാന്താശുപത്രിയിൽ നിന്നും ചാടിയ ശേഷം ഈ വീട്ടിലേക്ക് വരികയും യഥാർത്ഥ വീട്ടുടമസ്ഥരായ ദമ്പതിമാരെ കൊല്ലുകയും ആ വീട് ഒരു ഒളിത്താവളമാക്കി മാറ്റുകയും ചെയ്തതാണ്. അവരുടെ ചെറുകുട്ടികൾ അവിടേക്ക് വരുന്ന വിവരം കത്തിലൂടെ ലഭിച്ച ഇവർ കുട്ടികളെ ഒരു നേരമ്പോക്കാക്കാൻ വേണ്ടിയാണ് ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ബേസ്മെന്റിൽ നിന്നും സത്യം മനസ്സിലാക്കിയ ബെക്കയെ വൃദ്ധൻ മുത്തശ്ശിയുടെ മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. സൂര്യാസ്തമനം കഴിഞ്ഞാൽ ഭ്രാന്ത് മൂക്കുന്ന കിളവിയുടെ കയ്യിൽ നിന്നും ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബെക്കയ്ക്ക് അവരെ കൊല്ലേണ്ടതായും വന്നു. താഴെ ഭ്രാന്തൻ വൃദ്ധനോടൊപ്പം ഒറ്റയ്ക്ക് നിന്ന ടൈലർ ആകട്ടെ അയാളുടെ വൈകൃതങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടെ ആ വൃദ്ധനെയും ബെക്കയുടെ കൺമുന്നിൽ വച്ച് തന്നെ കൊന്നു. അങ്ങനെ അതിസാഹസികമായ ഒരു അവധിക്കാലത്തിന് ശേഷം കുട്ടികൾ തങ്ങളുടെ ഡോക്യുമെന്ററിയും ഷൂട്ട് ചെയ്ത് അമ്മയോടൊപ്പം തിരികെ വീട്ടിലേക്ക് മടങ്ങി. 15 വർഷങ്ങൾക്ക് മുമ്പ് കാമുകനോടൊപ്പം ഇറങ്ങി തിരിച്ച ലൊറേറ്റ തടസ്സം നിന്ന പെറ്റമ്മയെ തല്ലിയതിന്റെ പശ്ചാത്താപമായിരുന്നു അവർക്ക് കുട്ടികളോടൊപ്പം തൻ്റെ പാരൻസിനെ അഭിമുഖീകരിക്കാനുണ്ടായിരുന്ന മടിയുടെ കാരണം. പക്ഷേ അതിന് അവർ വലിയ വില തന്നെ കൊടുക്കേണ്ടി വന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നല്ലൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം.